ആലോചിച്ചുകൊണ്ടാവണം. ഒരു ചെറിയ കാശ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ പണം നമ്മുടെ വീട് നിർമ്മാണത്തിൽ കലരാൻ പാടില്ല. അങ്ങനെ കലർന്നു പോയാലോ? നമ്മളൊക്കെ പഠിച്ച ഒരു മസലയാണ്. പിടിച്ചെടുത്ത സ്ഥലത്ത് വെച്ച് നാം നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയില്ല. കട്ടെടുത്തതോ പിടിച്ചു പറിച്ചതോ ആയ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് പ്രതിഫലമില്ല. ടെക്സ്റ്റൈൽസിൽ നിന്ന് ഉടയാടുകൾ വാങ്ങുന്ന സമയത്ത് അവിടെയുള്ള സെയിൽസ്മാനെ വഞ്ചിച്ചുകൊണ്ട് ഒരു തട്ടമെങ്ങാനും നമ്മുടെ കവറിലേക്ക് കട്ടെടുത്തിട്ട് അത് തലയിലിട്ടുകൊണ്ടാണ് ഒരു സ്ത്രീ നിസ്കരിക്കുന്നതെങ്കിൽ അവളെ നിസ്കാരത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയില്ല. ഇതുപോലെ നാം താമസിക്കുന്ന സ്ഥലം അത് ഹറാമായ കാശുകൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടതെങ്കിൽ ആ വീട്ടിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കോ മറ്റ് ഇബാദത്തുകൾക്ക് പോലും പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. അത്ര വലിയ ദുരന്തമായിരിക്കും നാം ഹറാമായ പണം കൊണ്ട് വീട് നിർമ്മിച്ചാൽ നമുക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നാം വീടിന് പ്ലാൻ കാണുമ്പോൾ നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ഒരു പ്ലാൻ, അതിന്റെ അപ്പുറത്താകുമ്പോഴാണ് ഈ നിർമ്മിക്കാൻ പോകുന്ന വീട് നിൽക്കേണ്ട സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തേണ്ടി വരിക. അത് ബാങ്കിൽ വെച്ച് ലോൺ എടുത്തുകൊണ്ടാണോ നിങ്ങൾ വീടെടുക്കുന്നത്? ഒരിക്കലും. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകനാ, നിങ്ങളെ വീട്ടിൽ അല്ലാഹു ശാന്തി നിറച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സമാധാനം അല്ലാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ നിർമ്മിച്ച ഒരു വീട്ടിൽ ലഭിക്കുകയില്ല. അവിടെ എന്നും കലഹമായിരിക്കും, എന്നും സംഘർഷമായിരിക്കും. ഉമ്മാക്ക് വാപ്പയെ കണ്ടുകൂടാ, മക്കൾക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുശാഠ്യവും ദുശീലവും. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടോ? നിങ്ങൾ അടിസ്ഥാനപരമായി പരിശോധിക്കുക. നിങ്ങളുടെ പറമ്പിന്റെ ആധാരം എവിടെയാണുള്ളത്? നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച കാശ് ഏത് അറബിയെ വഞ്ചിച്ചുകൊണ്ട് സമാഹരിച്ചതാണ്? നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും നിഷിദ്ധമായ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണമാകരുത് നമ്മുടെ വീട് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നാം വീട് നിർമ്മിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത രീതിയിൽ ദുർവ്യയം ചെയ്തുകൊണ്ടുള്ള വീടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടു. ഒരാളുടെ ഭാഗ്യമാണ് വൽ ബൈത്തുൽ വാസി, സൗകര്യപ്രദമായ ഒരു വീട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ ദൂർത്തടിച്ച വീട് എന്നല്ല. സൗകര്യം എന്നത് ആപേക്ഷികമാണ്. ആ കുടുംബത്തിലെ അംഗബലം എത്രയാണ് അത് പരിഗണിച്ചുകൊണ്ട് ആവശ്യത്തിന് റൂമുണ്ടായിരിക്കണം. എല്ലാവരും ഒരു റൂമിൽ ഉറങ്ങാൻ പാടില്ല. നമുക്കത് പറയാം, വീട്ടിലുള്ള പെരുമാറ്റം പറയുമ്പോൾ പറയാം. ഒരു റൂമിൽ എല്ലാവരും കൂടി ഒന്നിച്ചുറങ്ങുക അത് പാടില്ല. അപ്പൊ ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കൊക്കെ താമസിക്കാൻ ആവശ്യമായ റൂമുകൾ നിർമ്മിക്കുക. അത് ദൂർത്തല്ല. എന്നാൽ അമിതമായ മോടി പിടിപ്പിക്കുന്നതും അനാവശ്യമായ സൗന്ദര്യവൽക്കരണവും ഒക്കെ അത് ദൂർത്തായി മാറും. ഇതുപോലെ 4 ആളുകൾക്ക് താമസിക്കാൻ 10ഉം 14ഉം ഒക്കെ റൂം എടുത്തിടുന്ന ആളുകളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം, ആൾപ്പാർപ്പില്ലാത്ത റൂമുകൾ പിശാചിന്റെ സങ്കേതങ്ങളായിരിക്കും. ആടെ ശൈത്താനാ പിന്നെ വന്നുകൂടാ. നമുക്ക് അവിടെ പരിചരിക്കാനോ അവിടത്തെ മാറാല പോലും നീക്കാൻ നേരം ഉണ്ടാവില്ല നമ്മൾ ഉമ്മമാർക്ക്. പിന്നെ പിശാചിന്റെ വിളയാട്ടമായിരിക്കും ഈ ദൂർത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട, ദൂർത്തായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട വീട്ടിൽ നടക്കുക. വീട് നിർമ്മിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ചിന്തയിൽ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലളിത ജീവിതത്തെ കുറിച്ചൊരു ബോധമുണ്ടായിരിക്കണം. സുബ്ഹാനല്ലാഹ്, ചില വീടുകൾ നമ്മൾ പരിശോധിച്ചാൽ ആ വീടിന്റെ മതിൽക്കെട്ട് അതുമാത്രം നോക്കുമ്പം പാവപ്പെട്ടവർക്ക് തോന്നിപ്പോകുന്നു ആ മതില് നിർമ്മിക്കാൻ ഉപയോഗിച്ച കാശുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരു 10 വീടെങ്കിലും നിർമ്മിക്കാമായിരുന്നല്ലോ. ഈ രീതിയിലാണ് പലരുടെയും ധൂർത്തിന്റെ രൂപം. വീടിന്റെ മുകൾ ഭാഗത്ത് ചെലവ് ചെയ്യുന്ന പണം എത്രയാണ് കാണുന്നില്ല, പക്ഷേ എങ്കിലും വീടിന്റെ മേലെ കൊണ്ടുപോയി ലക്ഷങ്ങളതാ അവിടെ ദുർവ്യയം ചെയ്യുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക് ഒരിക്കൽ കയറി ചെല്ലുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ആ സമയത്ത് വസ്ത്രം മാറി അവിടത്തെ കട്ടിലിൽ കിടക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അവിടുന്ന് എഴുന്നേറ്റിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുനബിയുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോഴതാ അവിടുന്ന് കിടക്കാൻ ഉപയോഗിച്ച പായയുടെ അടയാളം അങ്ങനെ തന്നെ ആ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ പതിഞ്ഞു കിടക്കുന്നു. ഉമർ ഖത്താബ് തങ്ങൾക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? അന്ത്യപ്രവാചകനാണ്, അല്ലാഹുവിന്റെ മഹ്ബൂബാണ്. ഇതുപോലത്തെ ഒരു നേതാവ് ഇനി വേറെയില്ല. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ചീഫ് ഖാദിയാണ്, സൈനിക കമാൻഡറാണ്, പള്ളിയിലെ ഇമാമാണ്, ഖത്തീബാണ്. എന്തൊക്കെ പദവികളുണ്ടോ, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ, ഇതിന്റെ മുഴുവൻ നേതൃസ്ഥാനത്ത് വിരാജിക്കുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നേതാവ് ഉറങ്ങുന്ന പായ, ആ പായയുടെ അടയാളമാണ് ശരീരത്തിൽ പതിഞ്ഞു കിടക്കുന്നത്. മഹാനവറുകൾ ഒന്നുകൂടി പരിസരം നിരീക്ഷിച്ചു. ഇനി എന്തൊക്കെയാണ് ആ വീട്ടിലുള്ള ഗൃഹോപകരണങ്ങൾ? നബി കടക്കാൻ ഉപയോഗിച്ച കട്ടിൽ ഈന്തപ്പന മട്ടൽ കൊണ്ട് നിർമ്മിച്ചതാണ്. പായ ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയതാണ്. അതേ പനയുടെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്ത നാര് നിറച്ച തലയണയാണ്. ഇനി ആ റൂമിലുള്ളത് ഒരു ചെറിയ തോൽ സഞ്ചിയുണ്ട്, അതിലൽപ്പം വെള്ളം കിടക്കുന്നു. വേറെ ഒരു പാത്രത്തിൽ ഏതാനും യവമണികളാണുള്ളത്. മറ്റൊരു ചെറിയ പാത്രത്തിൽ അവിടുന്ന് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്. ഇത്രയുമാണ് ഒരു ഭരണാധികാരിയുടെ വീട്ടിന്റെ ഉള്ളിലുള്ള ഗൃഹോപകരണമെങ്കിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ, അങ്ങ് കണ്ടില്ലേ കൈസർ രാജാവ്, കിസ്റ രാജാവ്, അവരൊക്കെ അതാ അമ്പരചുംബികളായ ആകാശത്തെ മുത്തമിട്ട് നിൽക്കുന്ന വലിയ കൊട്ടാരങ്ങളിലല്ലേ നബിയെ താമസിക്കുന്നത്? അവർക്കൊക്കെ ഉറങ്ങാൻ തൊട്ടിലുകളില്ലേ? താരാട്ടുപാടാൻ തോഴിമാരില്ലേ? വഅന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയെ അവിടുന്ന് അള്ളാന്റെ ദൂതരല്ലേ? അങ്ങല്ലേ ഇതൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും അർഹതയുള്ള ആള്. അവിടത്തേക്ക് ഞങ്ങളൊരു പുതിയ ബെഡ് വാങ്ങി തന്നാൽ അവിടുന്ന് സ്വീകരിക്കുമോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഉമറേ, അവരൊക്കെ ഈ ദുനിയാവിൽ മാത്രമേ അവർക്ക് ഇത് ആസ്വദിക്കാൻ കഴിയൂ. നമുക്ക് അള്ളാഹു പരലോകത്ത് തയ്യാറാക്കിയ ബെഡും അവിടെ റെഡിയാക്കി വെച്ച വലിയ വലിയ കൊട്ടാരങ്ങളും സൗകര്യങ്ങളുമില്ലേ? അതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാൻ അങ്ങോട്ട് യാത്ര പോകുകയാണ്. യാത്ര പോകുന്ന ഒരു വ്യക്തി വിശ്രമത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇരുന്നാൽ, ഒരു ബസ് സ്റ്റോപ്പിലോ ഒരു മരത്തണലിലോ ഇരുന്നാൽ, ആ മരത്തണലും ബസ് സ്റ്റോപ്പും ഒക്കെ അവിടെ വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അവിടെ മോടി വർദ്ധിപ്പിക്കാനോ അവൻ നിൽക്കുകയില്ലല്ലോ. എത്രയും പെട്ടെന്ന് യാത്ര തുടരണമെന്ന ബോധത്തോടെയല്ലേ അവൻ അവിടെ ഇരിക്കുക, വിശ്രമിക്കുക. ഇതുപോലുള്ള മനസ്സാണ് എന്റെ മനസ്സ്. അതുകൊണ്ട് എനിക്ക് വേറെ ഒരു ബെഡ് വേണ്ട,
വേറെ സൗകര്യങ്ങൾ വേണ്ട. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ എന്ന ബോധത്തോടു കൂടെയായിരിക്കണം നമ്മൾ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടേണ്ടത്. അനാവശ്യമായ ചെലവുകൾ ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സമ്പാദ്യത്തിന്റെ സിംഹഭാഗവും അത് ഈ രീതിയിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി വാർത്തുകുത്തിയിരിക്കുകയാണ്. ഇനി എന്താ അത് പൊളിച്ചാ കിട്ടുക? പൊളിക്കണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം, ഒന്നും ഇങ്ങോട്ട് കിട്ടൂല. നമ്മളെ സമ്പാദ്യം അങ്ങനെ. ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും കിട്ടുന്നത് മുഴുവനും വീടിന്റെ മേലെ കയറ്റി അവസാനം ഖുറൂജടിച്ച് നാട്ടിലേക്ക് കയറ്റിവിട്ടാൽ അത് വൈറ്റ് വാഷ് ചെയ്യാനുള്ള കാശ് പോലും ഇല്ലാതെ അവര് നട്ടം തിരിയും. ഈ രീതിയിൽ വീട് എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ എല്ലാ സമ്പത്തും കൊണ്ടുപോയി നശിപ്പിക്കുന്ന ശീലം ഉപേക്ഷിച്ച് ദൂർത്തില്ലാത്ത രീതിയിലും അതേ സമയത്ത് നമ്മുടെ കുടുംബങ്ങളുടെ അംഗബലമനുസരിച്ചുമാണ് റൂമുകൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ബാത്റൂം അത് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം, പ്രധാനമായും നമ്മൾ എപ്പോഴും പരിശുദ്ധ കഅബാലയത്തെ ബഹുമാനിക്കണം. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് മൂത്രമൊഴിച്ചുകൂടാ, മറയില്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നായിരിക്കണം നാം നിസ്കരിക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞു നിന്നായിരിക്കണം നമ്മുടെ എല്ലാ നല്ല കാര്യം. ഇതൊക്കെ സുന്നത്താണ്, നിസ്കാരത്തിന് നിർബന്ധമാണ്. ഈ ഭവനത്തിലേക്ക് ഒരിക്കലും അതിന്റെ ഭാഗത്തേക്ക് നമ്മൾ ടോയ്ലറ്റ് നിർമ്മിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് കൂടുതൽ നമ്മുടെ വീട്ടിന് ഐശ്വര്യം. അഥവാ ഈ നാട്ടിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ നാടിന്റെ പടിഞ്ഞാറ് ഭാഗം, നമ്മുടെ വീടിന്റെ പടിഞ്ഞാറു ഭാഗത്ത് വീട്ടിന്റെ ഉള്ളിലും പുറത്തും കക്കൂസ് വരാത്ത വിധത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആദരിക്കേണ്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ കക്കൂസിന്റെ മലസംഭരണ ടാങ്കും കിബിലയുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കുക, അതിന്റെ ഭാഗം മാറ്റിക്കളയാം. അങ്ങനെ വന്നാൽ നമ്മൾ ആദരിക്കേണ്ട ഒരു ഭവനത്തെ അനാദരിച്ചാൽ അതിൻ്റെതായ ദുസ്വഭാവങ്ങളൊക്കെ അവിടെ താമസിക്കുന്ന ആളുകളിൽ പ്രകടമാകും. അത് നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. എന്നാൽ മറയുള്ളത് കൊണ്ട് വേറെ ഏതെങ്കിലും റൂമിൽ നമ്മൾ ഭാഗത്ത് നിർമ്മിച്ച കക്കൂസ് കിബിലയുടെ നേരെ ഇരുന്നു പോകുന്നതിന് പ്രശ്നമില്ല, മറുണ്ടായ പ്രശ്നമില്ല. മറില്ലാതെ ആക്കുമ്പോഴും അതുപോലെ തന്നെ പ്രത്യേകമായി ടോയ്ലറ്റായി നിർമ്മിക്കപ്പെടാത്തപ്പോഴുമാണ് കിബിലക്ക് മുന്നിടലും പിന്നിടലും ഹറാമാന്ന് പറഞ്ഞത്. അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് വിസർജനം നടത്തുന്നതിനോട് പ്രശ്നമില്ല. എന്നാൽ ആ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ടോയ്ലറ്റ് നിർമ്മിക്കുമ്പോൾ ഒരു ടോയ്ലറ്റ് കുറച്ച് വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കുക. അതെന്തിനാണ്? മയ്യത്ത് കുളിപ്പിക്കേണ്ടിയൊക്കെ വരുമ്പോൾ അതിനും കൂടിയുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി വിശാലമായ ഒരു ടോയ്ലറ്റ്, ഒരു ബാത്റൂം നമ്മളെ വീട്ടിലുണ്ടാക്കിയാൽ ആ നേരത്ത് പിന്നെ പുറത്തൊരു ഷെഡ് കെട്ടി മയ്യത്തിന് അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് ആണിനും പെണ്ണിനൊക്കെ അങ്ങനെ കൊണ്ടുവന്നൊരു ശീലം ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു ടോയ്ലറ്റ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണത്തിൽ മുറ്റത്തിന്റെ മുൻഭാഗത്തെ മുറ്റം പ്രത്യേകിച്ചും അത് നല്ല സൗകര്യം ഉള്ള രീതിയിലാക്കുക, നല്ല സൗകര്യമുള്ള മുറ്റം. എന്നാൽ ആ വീട് നല്ല സൗകര്യമുള്ള വീടായി തോന്നും. ഉള്ളു നല്ല സജ്ജീകരണങ്ങളും സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷേ പുറത്ത് തീരെ വിശാലതല്ലെങ്കിലോ ആ വീട് ഇടുങ്ങിയതായിട്ട് അനുഭവപ്പെടുക. അവിടെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. കാരണം ഈ ഉള്ളിൽ അങ്ങനെ ആൾക്കാരെ നമുക്ക് കയറ്റുകയോ കയറുകയോ ചെയ്യൂല. അതൊക്കെ പുറത്ത് കഴിഞ്ഞു പോകണം. അതിന് പറ്റിയ വിശാലമായ സൗകര്യം വീടിന്റെ മുൻഭാഗത്ത് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ, അതിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ, അതിന് കല്ല് വെക്കുമ്പോൾ, അതിന് കട്ടില വെക്കുമ്പോൾ ഏത് സമയത്തും നമ്മൾ അല്ലാഹുവിനെ കൂട്ടുപിടിച്ചു വേണം പ്രവർത്തനം തുടങ്ങാൻ.
മഹാന്മാര് പറയുന്നു, നിർമ്മാണ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല ദിവസം അത് ഞായറാഴ്ചയാണ്. പലതിനും ദിവസം വ്യത്യാസമുണ്ട്. വിവാഹത്തിന് നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച രാവിലെയാണ്. നമ്മൾ ആരും തിരഞ്ഞെടുക്കാത്തൊരു ദിവസമാണത്. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച്, ജുമാഅത്ത് പള്ളിയിൽ വെച്ച് നിക്കാഹ് ചെയ്യലാണ് ഏറ്റവും അഫ്ളല്. എന്നാൽ വീട് നിർമ്മാണം പോലെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ നല്ല ദിവസം അത് ഞായറാഴ്ചയാണ്. ദിവസങ്ങളിൽ ഏത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാലും പിന്നെ സമയം ഏറ്റവും നല്ലത് പ്രഭാതത്തിലാണ്. അത് ഏത് കാര്യത്തിനും രാവിലെ ആവുക. അത് വീടിനാണെങ്കിലും അതുപോലെ മറ്റെന്ത് നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും രാവിലെ തുടങ്ങുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന ഉള്ള ഒരു സമയമാണ്. എന്റെ സമുദായം പ്രഭാതത്തിൽ തുടങ്ങുന്ന എല്ലാറ്റിലും നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ആ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ കട തുറക്കുമ്പം അത് രാവിലെ നേരത്തെ തുറക്കുക. കച്ചവടക്കാരൊക്കെ ശീലമാക്കേണ്ടതാണ്. രാത്രി നിങ്ങൾ കുറച്ച് നേരത്തെ അടച്ചാലും രാവിലെയുള്ള കട തുറക്കൽ അത് നേരത്തെ ആവണം. 10 മണി വരെ കടന്നുറങ്ങി പോയാൽ യാതൊരു ബർക്കത്തും ആ കച്ചവടത്തിൽ ഉണ്ടാവില്ല. മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം അവര് പ്രഭാതത്തിൽ തന്നെ കച്ചവടത്തിന് പോയപ്പോൾ വമ്പിച്ച ലാഭമുണ്ടായതായി ഒരുപാട് സ്വഹാബികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനാൽ എല്ലാ കാര്യങ്ങളും രാവിലെ തുടങ്ങുക. ഞായറാഴ്ചയാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടത് നമ്മൾ പറഞ്ഞു. തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ കല്ലിടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂട്ടുപിടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഏത് സംരംഭം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങണം എന്ന് നമ്മൾ മറക്കരുത്. അവിടെ ആ രീതിയിൽ നല്ല ആത്മാർത്ഥമായി ബിസ്മി ചൊല്ലിയിട്ട് അത് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരാളെ വിളിക്കുന്നതിനും വിരോധമില്ല. അവിടെ കൂടിയവരും അവിടെ നിൽക്കുന്നവരും ഒക്കെ അത് വെക്കുന്ന സമയത്തൊന്ന് ബിസ്മി ചൊല്ലുക. പരക്കാരനും തിരക്കിന്റെ ഇടയിൽ ഇത് മറന്നു പോകുകയാണ്, മറക്കാൻ പാടില്ല. അവനും കൂടിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് അടവെക്കുക. അതിനി കട്ടില് വെക്കുമ്പോഴും മറ്റെല്ലാ പ്രത്യേകം തുടക്കണ്ടോ അതിനൊക്കെ ബിസ്മി ഇല്ല, നല്ലതാ. ബിസ്മി കൂടിയാൽ ഒന്നും തകരാറ് വരാൻ പോകുന്നില്ല. കുറഞ്ഞാലാണ് ബർക്കത്ത് കുറയുക. ബിസ്മി വലിയ ബർക്കത്തിന്റെ നിറകുടമാണ്. അങ്ങനെ തുടങ്ങിയ വീട്, ആ വീടിന്റെ ഗൃഹപ്രവേശം അതും നടത്താൻ പറ്റിയ സമയം ഏത് തന്നെയാ നല്ലത്? പ്രഭാതം തന്നെയാണ്. ഇപ്പൊ ചില ആളുകൾ പറയും, വീട് നമ്മൾ രാത്രി ഉറങ്ങാനുള്ളതല്ലേ, അപ്പൊ രാത്രിയല്ലേ വീട്ടിൽ കൂടേണ്ടത്. അതൊരു ന്യായീകരണം മാത്രമാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉള്ളത് പ്രഭാതത്തിൽ തുടങ്ങുന്നതിനാണ് ദുആ. അതുകൊണ്ട് ആ പഴമക്കാരൊക്കെ സുബഹിക്കാണ് ഗൃഹപ്രവേശം നടത്തുക. അങ്ങനെ സുബഹി സമയത്ത് നേരത്തെ തന്നെ വീട്ടിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തി നമ്മൾ വീടിന്റെ ഉദ്ഘാടനം നടക്കുന്നു. അങ്ങനെ വീട് നിർമ്മാണം കഴിഞ്ഞ് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ആ വീട്ടിലെ നമ്മളതാ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ആ വീടിന്റെ ഭരണം, ആ വീടിന്റെ നിയന്ത്രണമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, വീട് എന്നത് കുടുംബത്തിന്റെ പാർലമെന്റാണ്. ഈ പാർലമെന്റിന് ഒരു പ്രസിഡന്റും ഒരു പ്രധാനമന്ത്രിയും ഉണ്ട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മർഉ റാഇൻ അലാ അഹ്ലി ബൈത്തിഹി. ഓരോ വീട്ടിലെയും ഗൃഹനാഥൻ, അവിടത്തെ പുരുഷൻ, അവിടത്തെ പിതാവ്, ആ കുടുംബത്തിന്റെ മൊത്തം വീട്ടുകാരുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളുമുള്ള അതിന്റെ തലവനാണ്. അയാൾക്കാണ് അവിടുത്തെ ഭരണ ചുമതല, ആ വീട്ടുകാരുടെ മൊത്തം ഭരണ ചുമതല. അയാളെ നമുക്ക് വീടിന്റെ പ്രസിഡന്റായി കാണാം. ആ വീട്ടുകാരെ ഏത് വിഷയത്തിലും തീരുമാനമെടുക്കുകയും അവരെ മുഴുവനും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് വീട്ടിന്റെ ഉടമസ്ഥനായ അവിടുത്തെ പിതാവാണ്, അവിടുത്തെ ഗൃഹനാഥനാണ്. എന്നാൽ ഇനി ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് അവിടെ അവരോധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ മർഅതു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹാ വ വലദിഹി.
വീട്ടിലെ സ്ത്രീ അഥവാ ഉമ്മ, അവരാണ് വീടിന്റെ ഭരണാധികാരി. വീട്ടുകാരെ ഭരിക്കേണ്ടത് ആരാന്നാ നേരത്തെ പറഞ്ഞത്? അവിടുത്തെ പുരുഷനാണ്. എന്നാൽ വീട് ഭരിക്കേണ്ടത് ആരാ? അത് അവിടുത്തെ ഉമ്മയാണ്, അവിടുത്തെ ഭാര്യയാണ്, അവിടുത്തെ സ്ത്രീയാണ്. അതോടൊപ്പം അവർക്ക് ഭരിക്കാൻ ഒരു ടീമിനെയും കൂടി അല്ലാഹു കൊടുത്തു. വലദിഹി, ആ ഉമ്മാക്ക് തന്റെ ഭർത്താവിലൂടെ ഉണ്ടായ മക്കൾ, ആ കുട്ടികളെയും ഉമ്മ ഭരിക്കാം. ബാക്കിയുള്ളവർ ഉമ്മ ഭരിക്കാൻ നിന്നാൽ അവര് വഴങ്ങൂല. അങ്ങനെയാണ് പ്രകൃതി, അതാണ്. അപ്പൊ ഉമ്മാക്ക് ഭരിക്കാനുള്ളത് വീടും ആ വീട്ടിലെ മക്കളുമാണ്. ഈ രണ്ട് വിഭാഗവും വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയുകയും അവരുടെ ഇടപെടലുകൾ സജീവമാക്കുകയും ചെയ്താൽ നേരത്തെ അള്ളാഹു പറഞ്ഞ ശാന്തി നിറഞ്ഞു നിൽക്കുന്ന ഭവനങ്ങളായി നമ്മുടെ വീട് മാറും. ഒന്നാമതായി വീട്ടിന്റെ ഭരണാധികാരി നമ്മൾ പറഞ്ഞു, അത് ഉമ്മയാണ്. ആ ഉമ്മാക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലിയുണ്ട്. നല്ല ഒരു വീട്, ആ വീട്ടിൽ നിന്നാണ് നല്ല സമൂഹത്തെ നമ്മൾ സംസ്കരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും നല്ല കുടുംബമാകുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. അതിനുവേണ്ടി വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉമ്മമാര് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന്, വീട് എന്നത് നമ്മുടെ സമാധാനത്തിന്റെ കേന്ദ്രമായി മാറണമെങ്കിൽ ആദ്യമായി നല്ല വൃത്തിയും ശുദ്ധിയും എല്ലാവരുടെ വീടിനും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ്? വൃത്തിയില്ലാത്ത അന്തരീക്ഷം, ആ അന്തരീക്ഷം തന്നെ നമ്മളെ സമാധാനം കെടുത്തും. നിങ്ങൾ നോക്കൂ, നമ്മൾ നല്ല ഒരു ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് ഒരു KSRTC ബസ്സിലോ മറ്റോ കയറി ഒന്ന് ചാരി, അപ്പോഴാരൊന്ന് പറഞ്ഞു പുറത്തെന്താ ആയത്, സുബ്ഹാനല്ലാഹ്. ഇനി അന്ന് അയാൾക്ക് ആ ഡ്രസ്സ് മാറാതെ ടെൻഷൻ തീരുവോ? നമ്മൾ കാണുന്നൊന്നുമില്ല, എന്നാലും പുറത്തങ്ങനെ എന്തോന്നുണ്ട് എന്ന് തോന്നിയാ മതി, വല്ലാത്ത ടെൻഷനായി. വൃത്തികേട് എന്നത് മനുഷ്യന്റെ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല നിങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, വൃത്തി എന്ന് പറയുന്നത് അത് മനുഷ്യന് സമാധാനം തരും, അവന്റെ ടെൻഷൻ അകറ്റും. ആ വൃത്തികേട് നമ്മുടെ വീട്ടിൽ ഉണ്ടായി പോകരുത്. അതിന്റെ കൂടെ വൃത്തിഹീനമായ ചുറ്റുപാട് വീട്ടിലുണ്ടായാൽ ആ വീട്ടുകാരുടെ ആരോഗ്യത്തിന് തകരാറ് പറ്റുകയും അത് വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വീട്ടിൽ ഒരംഗമെങ്ങാനും സുഖമില്ലാത്തതുണ്ടായാൽ ആ വീട്ടുകാർക്ക് മൊത്തം ടെൻഷനായി. ഏതെങ്കിലും ഒരു കുട്ടിക്ക് സുഖമില്ലെങ്കിൽ വല്ല സമാധാനവും നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ നല്ല ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന വീടായി മാറണമെങ്കിൽ ആ വീട് എപ്പോഴും വൃത്തിയും ശുദ്ധിയുമുള്ളതായിരിക്കണം. എങ്ങനെയാണ് വീട് വൃത്തിയാക്കേണ്ടത്? നമുക്കതിന്റെ മുൻഭാഗം മുതൽക്ക് തുടങ്ങാം. ഒരു വീടിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ മുൻഭാഗമാണ്. ആ മുൻഭാഗത്തേക്ക് ഒരാൾ വന്ന് ഒന്ന് തലങ്ങും വിലങ്ങും നോക്കിയാൽ അയാൾക്ക് പറയാൻ കഴിയും ഈ കുടുംബത്തിന്റെ സാംസ്കാരിക നിലവാരം എത്രമാത്രമുണ്ട്, ഈ കുടുംബത്തിന്റെ അച്ചടക്കം എത്രമാത്രമുണ്ട്, ഇവരുടെ സ്വഭാവം ഏതു വിധത്തിലാണ്. അല്പം മനഃശാസ്ത്രപരമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു വീടിന്റെ മുഖത്ത് വന്ന് അതിന്റെ മുൻവശത്ത് വന്നൊന്ന് നോക്കിയാൽ ആ വീട്ടുകാരുടെ നിലവാരം പറയാൻ കഴിയും. വിവാഹ